സ്കൂളിലേക്കുള്ള റോഡിന്റെ ശാപമോക്ഷവും കാത്ത് കുലിക്കിലിയാട് SVALP സ്കൂളിലെ കുരുന്നുകൾ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലുള്ള കുലിക്കിലിയാട് SVALP സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന റോഡിൽ ഏകദേശം 300 മീറ്ററോളം വരുന്ന ഭാഗം വളരെയേറെ അപകടാവസ്ഥയിലാണ് ഉള്ളത്. രണ്ടു ഭാഗത്തും കോൺക്രീറ്റ് റോഡുകൾ വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായി. മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് പലതവണ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. എന്നാണ് ബന്ധപ്പെട്ടവരുടെ കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ എന്ന് സ്കൂൾ PTA പ്രസിഡന്റ് രജീഷ് P പറഞ്ഞു. സ്കൂളിലേക്ക് വരുന്ന വഴി ഇപ്പോഴും ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇപ്പോഴും ചളി പുരണ്ടിട്ടുള്ള റോഡ് അപൂർവമായിട്ടാണ് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയുക. പക്ഷേ SVALP സ്കൂളിലേക്കുള്ള റോഡ് ഇപ്പോഴും ഒരു 300 മീറ്ററോളം വണ്ടികൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു 5 കിലോമീറ്ററോളം വളഞ്ഞിട്ടാണ് ഇപ്പോൾ സ്കൂൾ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലതവണ നമ്മൾ അധികൃതരോടൊക്കെ അപേക്ഷകളും ആവശ്യങ്ങളും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സ്കൂളിലേക്കുള്ള റോഡ് മഹാമോശമായിട്ടാണ് കിടക്കുന്നത്. അതിനൊരു അവസാനം എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്ന് അറിയിച്ചാൽ നല്ലതെന്ന് പറയുന്നു. 50 വർഷത്തിലേറെയായി പഴക്കമുള്ള ഈ റോഡ് വളരെയേറെ കാലമെടുത്താണ് കുറച്ചെങ്കിലും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള 300 മീറ്ററോളം ദൂരം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിക്കുളമാകുന്ന ഇവിടം പാറയും കല്ലുകളും നിറഞ്ഞ സ്ഥലമാണ്. കുട്ടികളുമായി വരുന്ന സ്കൂൾ ബസ് പലപ്പോഴും ഈ ചെളിയിൽ ആഴ്ന്നുപോയി കിടക്കാറുണ്ട്. ഈ സമയം അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ എത്തി ബസ്സിനെ തള്ളി നീക്കുകയാണ് പതിവ്. കനത്ത മഴ നിൽക്കുമ്പോൾ ഈ രീതിയിലും ഈ വഴി പോകാൻ കഴിയാറില്ല. ആ സമയങ്ങളിൽ ഏകദേശം 10 കിലോമീറ്ററോളം ദൂരം അധികം ഓടിയാണ് ബസ് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാറുള്ളത്. അധികൃതർക്ക് മുന്നിൽ ഇനി മുട്ടാത്ത വാതിലുകളില്ല എന്നും ഈ അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നും ഹെഡ്മാസ്റ്റർ സിനോജ് കുമാർ KP പറഞ്ഞു. കുലിക്കിലിയാട് SVALP സ്കൂളിൻ്റെ വാർഡ് 3-ൽ വരുന്ന ഒരു റോഡിനെ കുറിച്ചാണ്. അതിൽ ഒരു 300 മീറ്ററോളം റോഡ് നമ്മുടെ വളരെ മോശം ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പല സമയങ്ങളിലായി പല ഘട്ടങ്ങളിലായി മാറി മാറി വരുന്ന ജനപ്രതിനിധികളോടും ഭാരവാഹികളോടും എല്ലാം ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരു 300 മീറ്റർ കൂടി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ എല്ലാ ശോചനീയാവസ്ഥയും മാറും. അപ്പോൾ നമുക്ക് എത്രയും വേഗം ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സുഗമമായ ഒരു യാത്ര ഞങ്ങളുടെ ഒരു സ്വപ്നമാണത്. കാരണം ഏതാണ്ട് 50 വർഷത്തോളം പഴക്കമുള്ള ഈ റോഡിൻ്റെ അവസ്ഥ കരിമ്പുഴ പഞ്ചായത്തിൽ ഇനി ഈ ഒരു റോഡ് മാത്രമേ ഇത്തരത്തിൽ കാണുകയുള്ളൂ. ഏതാണ്ട് ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത, മഴക്കാലങ്ങളിൽ തീർച്ചയായിട്ടും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിലെ കുട്ടികളെ എടുത്തു കൊണ്ടുവരണമെങ്കിൽ പലപ്പോഴും വാഹനം പൂന്തുകയും അതോടൊപ്പം അധ്യാപകരും നാട്ടുകാരും രക്ഷിതാക്കളും തള്ളുകയും ചെയ്താണ് ബസ് തള്ളി നീക്കുന്നത്. ഏതാണ്ട് ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുഴൽക്കിണർ ഭാഗത്തേക്കുള്ള യാത്ര വളരെ സുഗമമായി നടത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ട്രിപ്പ് മുടങ്ങുന്ന അവസരങ്ങളിൽ ഏതാണ്ട് 5 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞാണ് ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ടി വരുന്നത്. ഇത് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുത്തുന്നു. ട്രിപ്പുകൾ മുടങ്ങാനും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പല പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.